രുദ്രന്റെ തലയിലെ മദ്യത്തിന്റെ കെട്ടെല്ലാം പെണ്ണങ്ങനെ അവന്റെ കയ്യിൽ തളർന്നു കിടക്കുമ്പോൾ ആവിയായി പോയിരുന്നു. കണ്ണുകൾ ഇറുക്കെ അടച്ച് ലാസ്യഭാവത്തിൽ കിടക്കുന്ന നിദ്രയുടെ മുഖത്തേക്ക് നിലാവെളിച്ചം വീണ് അവളുടെ കവിൾ തുടുത്ത് ചുവന്നിരുന്നു. കവിളൊക്കെ ഉരുണ്ട് തടിച്ചല്ലോ, എവിടെയാ വേറെ വണ്ണം വെച്ചേക്കുന്നേ എന്ന് നോക്കട്ടെ. രുദ്രൻ അവളുടെ കഴുത്തിലേക്ക് മുഖം താഴ്ത്തി കാതരമായ സ്വരത്തിൽ പറഞ്ഞപ്പോൾ നിദ്ര അവൻ്റെ കയ്യിൽ കിടന്ന് ഇക്കിളി കൊണ്ട് പിടഞ്ഞു. അവളുടെ തലയിലെ ലഹരി അപ്പോൾ അവനെ മുഴുവനായും കടിച്ചു തിന്നാലും തീരില്ലെന്ന് അവൾക്ക് തോന്നി. നിദ്രമെല്ലെ കണ്ണുകൾ തുറന്നു വെച്ച് അവൻ്റെ കവിളിൽ അമർത്തി കടിച്ചു. എന്നിട്ട് അവിടെ അമർത്തിയൊരു ഉമ്മയും കൊടുത്തു. അവളുടെ ആദരങ്ങൾ അവൻ്റെ മുഖത്ത് നിന്നും മരിച്ചിറങ്ങി അവൻ്റെ കഴുത്തു വഴി കാതിലെത്തി നിന്നു. അവളുടെ നിശ്വാസം വീണ് പൊള്ളുന്നുണ്ട് അവൻ്റെ കവിളിൽ. നിദ്രമെല്ലെ അവൻ്റെ കാതിൽ പല്ല് വെച്ചമർത്തിയപ്പോൾ രുദ്രനൊന്ന് പുളഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ അമർത്തി കൈവരിഞ്ഞു. അവളുടെ ആ കുസൃതി മാത്രം മതിയായിരുന്നു അവൻ്റെ വികാരങ്ങളുടെ അണക്കെട്ട് തകർക്കാൻ. നിദ്ര ധരിച്ചിരുന്ന സാരിയുടെ തലപ്പിൽ അവൻ്റെ കൈ പതിഞ്ഞത് ഞൊടിയിടയിലായിരുന്നു. നിദ്ര ഒന്ന് പിടഞ്ഞു പോയെങ്കിലും അവൾക്ക് കണ്ണുകൾ തുറക്കാൻ സാധിച്ചിരുന്നില്ല. നിദ്ര ദീർഘമായി നിശ്വാസമെടുക്കുകയും രുദ്രൻ്റെ മുടിയിഴകളിൽ വിരൽ കോർക്കുകയും ചെയ്തു. അവളുടെ മുഖത്തെ ചിരിയെല്ലാം മാഞ്ഞ് അവിടെ മറ്റെന്തോ ഭാവമാണെന്ന് അവൻ കണ്ടു. അവളുടെ മുഖഭാവങ്ങളെ തന്നെ അത്യധികം കൊതിയോടെ നോക്കി നിന്നു. രുദ്രൻ്റെ ഷർട്ടിൽ 2 കൈകളും കൊണ്ട് പിടിച്ചു ചുളുക്കി പെരുവിരലിലൊന്ന് ഉയരാൻ ശ്രമിച്ചു നിദ്ര. നിദ്രമെല്ലെ കണ്ണുകൾ തുറന്നവനെ നോക്കിയതും പാതി കൂമ്പിയടഞ്ഞ കണ്ണുകളോടെ അവളെ തന്നെ കൊതിയോടെ നോക്കിയിരിക്കുന്നവനെ കണ്ടവൾ എങ്കിലും കണ്ണുകളിൽ തന്നെ ഉറ്റുനോക്കിയ ധൈര്യത്തോടെ അവൾ ആ കഴുത്തിൽ 2 കൈകളും ചേർത്ത് അവനെ ലോക്ക് ചെയ്തു. രുദ്രൻ പോലും അവൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു കൗതുകത്തിൽ അവളെ നോക്കുകയായിരുന്നു. കണ്ണുകൾ മെല്ലെ അടച്ച് അവൻ്റെ ചുണ്ടുകളിൽ അമർത്തി മുത്തുമ്പോൾ എന്താണ് ഇനിയുള്ള ഉദ്ദേശമെന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു. ആ ചുംബനത്തിൻ്റെ ലഹരിയിൽ കണ്ണുകൾ അടഞ്ഞു പോയ രുദ്രൻ അവളുടെ അരക്കെട്ടിൽ കൈകൾ മുറുക്കിപ്പോയി. ആ നിന്ന നിൽപ്പിൽ തന്നെ അവളെ പൊക്കിയെടുത്ത് ബാൽക്കണിയിലെ താഴെ വിരിച്ചിട്ടുള്ള വിരിപ്പിലേക്ക് കിടത്തുമ്പോൾ അവളുടെ മാറിൽ നിന്നും തെന്നി മാറുന്ന സാരിയിലേക്ക് അവൻ്റെ നോട്ടം കുരുത്തു. നിലാവിൽ നിഴലിക്കുന്ന അവളുടെ മാറിടങ്ങൾ കാണാൻ അവന് കൊതി തോന്നി. മെല്ലെ കുനിഞ്ഞ രുദ്രൻ അവളുടെ ചുണ്ടുകളെ ആർത്തിയോടെ നുണയാൻ തുടങ്ങുകയും അവളുടെ ബാക്കി അവശേഷിച്ച വസ്ത്രങ്ങളിൽ നിന്ന് അവളെ മോചിപ്പിക്കുകയും ചെയ്തപ്പോൾ നിദ്ര പിന്നെയും കണ്ണുകൾ ഇറുക്കെ അടച്ചൊന്ന് കുറുകിപ്പോയി. നിദ്രയുടെ ചുണ്ടുകളിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുന്ന അവൻ്റെ ആദരങ്ങൾ ആ മുഖമാകെയും മുത്തമിട്ട് കഴുത്തിലേക്കൊന്ന് അരിച്ചിറങ്ങിയപ്പോൾ അവളൊന്ന് ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയിരുന്നു. കണ്ണുകൾ ഇറുക്കെ അടച്ച് അവൻ്റെ മുടിയിഴകളിൽ കോർത്തു വലിക്കുമ്പോൾ ഒന്നാകെ കെട്ടിവെച്ചിരുന്ന അവളുടെ നീണ്ട മുടിയും അവൻ്റെ കൈകൾ അഴിച്ചു വിടർത്തിയിട്ടു. ഒരിക്കൽ കൂടി പൊങ്ങി ഉയർന്ന് അവളുടെ കണ്ണുകളിൽ നോക്കി രുദ്രൻ ചോദിച്ചു, ആർ യു ഷുവർ? നിദ്രമെല്ലെ കൂമ്പിയ കണ്ണുകൾ തുറന്നവനെ നോക്കി. അവളുടെ മുഖമാകെ ലജ്ജയിൽ ചുവന്നു തുടുത്തിരുന്നു. കുളിരു പടരുന്നു അവളുടെ ദേഹം മുഴുവൻ രുദ്രൻ കാണുകയാണെന്നറിഞ്ഞപ്പോൾ നിദ്രയ്ക്ക് പിഴച്ചിലുണ്ടായി. സാരി വലിച്ചെടുത്ത് അവൾ മെല്ലെ മാറിലേക്ക് ഇട്ടുകൊണ്ട് അവനെ കൊതിപ്പിച്ചു നോക്കി. കുട്ടികളിൽ കാണുന്നൊരു തരം പരിഭ്രമമോ പിടച്ചിലോ എന്തൊക്കെയോ കണ്ടു നിദ്ര അവനിൽ. അവൾ ആ മുഖത്തിരു കൈകളും ചേർത്ത് പിടിച്ച് തലമെല്ലെ ഒന്ന് ഉയർത്തി വെച്ചുകൊണ്ട് ആ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അവൾക്ക് അത്രമേൽ ഉറപ്പായിരുന്നു ഇതുതന്നെയാണ് അവരാഗ്രഹിച്ച ആ ഒന്ന് ചേരലിനുള്ള ശുഭമുഹൂർത്തമെന്ന്. നിദ്ര ജന്മങ്ങളായി കൊതിച്ചിരുന്ന അവൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതെന്തോ അരികിലുള്ളതുപോലെ അവൾക്ക് തോന്നി. ആദ്യമായി രുചിച്ചറിയാൻ പോകുന്ന ആദ്യ പുരുഷനെ അത്രയ്ക്കും ഇഷ്ടത്തോടു കൂടിയ കണ്ണുകൾ പ്രയാസപ്പെട്ട് തുറന്നു നോക്കിയവൾ അതൊരു സമ്മതമായി കണ്ട് യാഗേശ്വരത്തെ പോലെ രുദ്രൻ ഒരു കുതിപ്പായിരുന്നു അവിടുന്ന് അങ്ങോട്ട്. അവളുടെ കഴുത്ത് വഴി ഇറങ്ങി നെഞ്ചിലെത്തി നിന്ന അവൻ്റെ ആ കൈകൾ ഒരു മാത്രമേ അവളെ ശ്വാസം മുട്ടിച്ചു. അവൻ്റെ കൈകൾ പോകുന്നിടമെല്ലാം അവൻ്റെ മുഖവും ചുണ്ടുകളും സഞ്ചരിക്കാൻ തുടങ്ങിയതും നിദ്ര ആർത്തു വിളിച്ചു, ദേവേട്ട. നിദ്രയുടെ നഖങ്ങൾ അവൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിലൂടെ കൈകടത്തി അവൻ്റെ ദേഹത്ത് മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. വികാരത്തിൻ്റെ കൊടുമുടിയിൽ എത്തി നിന്ന് കിതയ്ക്കുന്നവളെ ഒന്നടക്കാൻ വേണ്ടി രുദ്രൻ പിന്നെയും അവളുടെ മുഖത്തിന് നേർക്ക് മുഖം കൊണ്ടുവന്നു. തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നവനിൽ ചോദ്യത്തിൻ്റെ ഒരു നോട്ടം എറിഞ്ഞു അവൾ. അവൻ്റെ ആ നോട്ടം അവളുടെ നീണ്ടു മെലിഞ്ഞ മൂക്കിൽ ചെന്ന് തട്ടി. നിദ്ര ഉമിനീറിറക്കുന്നത് കാണാം അവന്.
ഇതെന്തിനാ ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നത്? കടിക്കട്ടെ ഞാൻ. നെഞ്ചിൽ അവൻ്റെ കൈകൾ മുറുകുമ്പോൾ കുസൃതിയോടെ അവൻ ചോദിക്കുന്നത് കേട്ട് നിദ്രയുടെ കണ്ണുകൾ പിടഞ്ഞു. കുറുമ്പോടെയുള്ള ചോദ്യവും മുഖം താഴ്ത്തിയുള്ള അവൻ്റെ കടിയും ഒരുമിച്ചായിരുന്നു എന്നവൾക്ക് സംശയം തോന്നിപ്പോയി. നിദ്ര ഒന്ന് അവൻ്റെ കൈകളിൽ കിടന്ന് പിടഞ്ഞുപോയി. അവളിൽ നിന്നും ഉയരുന്ന ശീൽക്കാരങ്ങൾ അവനെ കൂടുതൽ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നു. മുഖവും കഴുത്തുമാകെ അവൻ്റെ ആ താടിമീശ രോമങ്ങൾ കുത്തുമ്പോൾ സുഖമുള്ള നോവിലും നിദ്ര പിടഞ്ഞുകൊണ്ടിരുന്നു. ഇന്നോളം അറിയാത്തൊരു അനുഭൂതിയിൽ ആദ്യമായി അവന് മുന്നിൽ പൂർണ്ണ നഗ്നയായി കിടക്കുമ്പോൾ അവൾ അവൻ്റെ കൈകൾ തീർക്കുന്ന മായാജാലത്തിന് അടിമപ്പെട്ടു പോയിരുന്നു. പിന്നീട് രുദ്രനും കിതപ്പോടെ അവൻ്റെ ആ ഷർട്ടൂരി എങ്ങോട്ടോ പായിച്ചു കളഞ്ഞു. എങ്കിലും നിദ്രയിൽ അവൻ മൃദു സമീപനം മാത്രമായിരുന്നു കൈകൊണ്ടത്. കണ്ണുകൾ ഇറുക്കെ അടച്ചു കിടക്കുന്ന നിദ്രയുടെ സാരി മുഴുവനായും മാറിടത്തിൽ നിന്ന് മെല്ലെ അവൻ മാറ്റിക്കളഞ്ഞു. ഒരു വെളുത്ത ബ്ലാങ്കറ്റിനുള്ളിൽ കൂടാരം തീർത്ത് ഇരുവരുടെയും ശരീരങ്ങളെ അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. സ്വയം വിവസ്ത്രനായിക്കൊണ്ട് രുദ്രൻ അവളുടെ ശരീരത്തോട് ചേർന്നമർന്നു. നിദ്രയിൽ നിന്ന് മുതിർന്നു വീഴുന്ന ദുർബലമായ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടവൻ പഞ്ഞി പോലുള്ള അവളുടെ ശരീരത്തിൽ മുഴുവൻ അങ്ങിങ്ങായി ചുണ്ടുകൾ അമർത്തി. അവൻ്റെ ചുണ്ടുകൾ പതിയാത്തൊരിഞ്ച് സ്ഥലം പോലും അവളിൽ ബാക്കിയില്ലായിരുന്നു. മണിക്കൂറോളം പിടഞ്ഞുകൊണ്ടിരിക്കുന്നവൾക്കൊടുവിൽ ദേഹത്തെ വിയർപ്പുകൾ ഒന്നാക്കി ഒന്നിച്ചു ചേർന്നു. അവളെന്ന പെണ്ണിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. കിതച്ച് കിതച്ച് രുദ്രൻ അവളുടെ നെഞ്ചിൽ തന്നെ വീണുകിടന്നപ്പോൾ നിദ്ര മുടിയിഴകളിൽ കോർത്ത് കൈവിരലുകൾ കൊണ്ട് മെല്ലെ വലിച്ചുകൊണ്ടിരുന്നു. ശരീരങ്ങൾ അകന്നു മാറാൻ അനുവദിക്കാതെ അവനോടൊട്ടി നിദ്ര കിടന്നു. വേദനിച്ചോ? രുദ്രൻ മെല്ലെ അവളുടെ തലയെടുത്ത് അവൻ്റെ ചുമലിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ നിദ്ര കുറുകി അവനോടൊട്ടിച്ചേർന്നു. ആദ്യമായി അവളെ അറിഞ്ഞ അനുഭൂതിക്ക് ശേഷം അവളെ കരുതാൻ അവൻ മറന്നില്ല. മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ച് പിടിച്ച് നിദ്രയിൽ നിന്നും വാക്കുകളൊന്നും പുറത്തു വരാത്തപ്പോൾ അവനിൽ ചിരി പൊട്ടി. ആദ്യമൊക്കെ കുറച്ച് വേദനിക്കും കേട്ടോ, ഇനി ശരിയായിക്കോളും. കുസൃതിയോടെ രുദ്രൻ പറഞ്ഞപ്പോൾ നിദ്ര അവനെ നിശബ്ദനാക്കാൻ വേണ്ടി അവൻ്റെ നെഞ്ചിൽ ആഴത്തിൽ നഖമമർത്തി. നിലാവിന് കീഴെ അവളുടെ നഗ്ന ശരീരത്തിൽ അങ്ങിങ്ങായി ചിത്രപ്പണികൾ ചെയ്തുകൊണ്ട് രുദ്രൻ സംതൃപ്തിയോടെ കണ്ണുകൾ അടച്ചു കിടന്നു. പുലർച്ചെ നിദ്ര ഉണരുമ്പോൾ ബാൽക്കണിയിൽ വെളിച്ചം വീണ് തുടങ്ങിയിട്ടില്ല. മാറിനു മുകളിൽ ഒരു ഭാരമറിഞ്ഞതും നിദ്രയുടെ കണ്ണുകൾ ചുളിഞ്ഞു. രുദ്രൻ തലവെച്ച് അവളുടെ നെഞ്ചിലാണ് കിടക്കുന്നതെന്ന് അപ്പോഴാണ് അവൾ അറിഞ്ഞത്. അയ്യോ! ഇരു കൈകൾ കൊണ്ട് വാപ്പൊത്തി നിദ്ര നിലവിളിച്ചു പോയത് കേട്ടാണ് രുദ്രൻ ഞെട്ടി ഉണർന്നത്. സ്ഥലകാലബോധമില്ലാത്തതുപോലെ പുതപ്പിന് വെളിയിൽ നിന്ന് തലയിട്ട് രുദ്രൻ അങ്ങുമിങ്ങും നോക്കുന്നുണ്ട്. ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഓർത്തെടുത്തപ്പോൾ നിദ്രയുടെ ഉള്ള ബോധവും പോയതാണ് ആ കേട്ട നിലവിളി. പുതപ്പിന് കീഴെ താൻ നഗ്നയാണെന്നറിഞ്ഞതും നിദ്ര പുതപ്പ് വലിച്ചെടുത്ത് മുഖം കൂടി മൂടി. അത് കണ്ടതും രുദ്രന് ചിരി വന്നുപോയി. നിദ്ര! രുദ്രൻ മെല്ലെ വിളിച്ചിട്ടും വിളി കേൾക്കാത്തതുപോലെ നിദ്ര തല വിലങ്ങനെ അനക്കിക്കൊണ്ട് പുതച്ച് മൂടിക്കിടന്നു. രുദ്രൻ അവളുടെ മുഖത്തെ പുതപ്പ് ബലമായി പിടിച്ചു മാറ്റി. ഇന്നലത്തെ ലഹരിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഓർത്തെടുത്തൊക്കെ നിദ്രയുടെ മുഖം ചുവന്നു പോയിരുന്നു. അവളൊന്ന് ചുറ്റും നോക്കിയപ്പോൾ സാരിയെല്ലാം ദൂരെ കിടക്കുകയാണ്. അതെടുത്തു തരാമോ? സാരിയിലേക്ക് ചൂണ്ടി ചുണ്ട് കടിച്ച് പിടിച്ച് നിദ്ര പറഞ്ഞത് കേട്ടപ്പോൾ രുദ്രൻ കുസൃതിയോടെ ഇല്ലെന്ന് തലയാട്ടി. നിദ്ര പിന്നെയും പുതപ്പ് വെച്ച് മുഖം മറച്ചു. പുതപ്പ് മാറ്റടി. രുദ്രൻ കുസൃതിയോടെ പുതപ്പിൽ പിടിച്ചു വലിച്ചപ്പോൾ അവളും വിട്ടുകൊടുക്കാതെ പിടിവലിയായി. രുദ്രൻ ഒടുക്കം പുതപ്പിൻ്റെ ഇടയിലൂടെ ചെന്ന് നോക്കുമ്പോൾ കണ്ണുകൾ ചിമ്മിയടച്ച് ഒരു കള്ളച്ചിരിയോടെ കിടക്കുകയാണ് പെണ്ണ്. അവൻ്റെ മുഖത്ത് വാത്സല്യം അലയടിച്ചു. നിദ്ര! രുദ്രൻ മെല്ലെ അവളെ വിളിച്ചു. ആർദ്രമായി നിദ്ര ഒന്ന് മൂളി. കണ്ണ് തുറക്കൻ്റെ പെണ്ണെ. അവൻ്റെ മാറിയ സ്വരം കേട്ട് നിദ്ര ഒന്നുകൂടെ ചൂളിപ്പോയി. പുതപ്പ് വഴി പുലർക്കാല തണുപ്പ് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈയൊഴുകി നടന്ന് അവളുടെ ഇടുപ്പിൽ അമർന്നപ്പോൾ നിദ്ര പിടച്ചുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നതും രുദ്രൻ അവളുടെ കഴുത്തിലിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി. അവളൊന്ന് കുറുകിക്കൊണ്ട് അവനിലേക്ക് ഒട്ടിച്ചേർന്ന് കിടന്നു. അവൻ മുഖം ഉയർത്തി ആ പുതപ്പ് വഴി അരിച്ചിറങ്ങുന്ന വെട്ടത്തിലൂടെ അവളെ ഒട്ടയാകെ ഒന്ന് നോക്കിയതും നിദ്ര വിറച്ചുപോയി. ആ സമയം എന്താ ചെയ്യാൻ പോകുന്നേ? പിടയുന്ന കണ്ണുകളോടെ നിദ്ര ചോദിച്ചപ്പോൾ രുദ്രൻ്റെ ചുണ്ടിൽ കുറുമ്പ് വിരിഞ്ഞു. പിന്നെയും എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നു പെണ്ണെ.
തുളഞ്ഞു കയറുന്ന നോട്ടത്തോടെ പറയുന്നവൻ്റെ നേരെ നോക്കി പൊള്ളിപ്പിടഞ്ഞു പോയി അവൾ. ദേവേട്ട. ഉയർന്നു പൊങ്ങി അവൻ്റെ മാറിലേക്ക് അവൾ ചാഞ്ഞതും രുദ്രൻ അവളെയും പുതപ്പുമെല്ലാം കൂട്ടിയെടുത്ത് അകത്തേക്ക് നടക്കാൻ തുടങ്ങി. രുദ്രൻ്റെ നിയന്ത്രണങ്ങളൊക്കെയും നശിച്ചതുപോലെ. ദേവേട്ട. അവൻ്റെ കിതക്കുന്ന നോട്ടങ്ങളെ പിടിച്ചടക്കിക്കൊണ്ട് നിദ്രമുറിയിലെ കിടക്കയിൽ വീണ് അവൻ്റെ കൈക്കുള്ളിൽ ഞെരിഞ്ഞമർന്നു. ഇന്നലെ നീ ലഹരിയിലായിരുന്നില്ലേ? ഇനി ഒന്നും അറിഞ്ഞില്ലെന്ന് പരാതി പറയരുത്. സ്വബോധത്തോടെ അവളിലെ നഗ്നത കാണാൻ അവന് കൊതി കൂടി. അവൻ്റെ നോട്ടം പോലും ശരീരത്തിൽ വിസ്മയങ്ങൾ തീർക്കുന്നതറിഞ്ഞ നിദ്ര പൊള്ളിപ്പിടഞ്ഞു. അപ്സരസ് പോലെയുള്ള ആ പെണ്ണിനെ കാണുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ പൂത്തിരി വിടരുകയായിരുന്നു. കൃത്യമായ അളവുകളിൽ കൊത്തിയെടുത്ത ഒരു സാലഭഞ്ജിക പോലുള്ള ആ പെണ്ണിൻ്റെ മൃദുലതകൾ അവൻ്റെ കൈകളിൽ ഞെരിഞ്ഞു തുടങ്ങിയിരുന്നു. അവളുടെ അഴകളവുകളിൽ രുദ്രൻ മതിവരാതെ അലഞ്ഞു നടന്നു. പുതുരുചികൾ തേടിക്കൊണ്ട്, അത്രമേൽ ആവേശത്തോടെ. തീരെയും ക്ഷമ തൊട്ട് തീണ്ടാതെ, തീവ്രത ഒട്ടും ചോർന്നു പോകാതെ രുദ്രൻ അവളിൽ അലഞ്ഞുകൊണ്ടിരുന്നു. നിദ്രയും കാണുകയായിരുന്നു അവനെ, തൻ്റെ പുരുഷനെ. അവൾ അവൻ്റെ മുഖത്ത് തെളിഞ്ഞു കണ്ടു തന്നെ അറിയുന്നതിൻ്റെ തീവ്രത. കത്തുന്ന പ്രണയവും അതിലലിഞ്ഞു ചേർന്നിരിക്കുന്ന കാമവും എത്ര മണിക്കൂറുകൾ കടന്നു പോയെന്ന് അവർക്കറിയില്ലായിരുന്നു. നിദ്ര. ലഹരിയില്ലാതെ ആദ്യമൊന്ന് ചേരലിൻ്റെ മാത്രം അനുഭൂതിയിൽ രുദ്രൻ അവളെ പേരെടുത്ത് വിളിച്ചു. ഒന്നിച്ച് കൈ ചേർത്ത് പിടിച്ച് ഏതോ മായിക ലോകത്തേക്ക് കൂട്ടി അവളെ. തളർന്നു പോയിരുന്നു നിദ്ര. കിതച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് തന്നെ തളർന്ന് വീണുകൊണ്ട് രുദ്രനും. ക്ഷീണിച്ചില്ലേ? രുദ്രൻ കുറുമ്പോടെ പിന്നെയും വിരൽ നീട്ടുമ്പോൾ അവളൊന്ന് കുറുകി മൂളിക്കൊണ്ട് അവൻ്റെ വിരലിൽ പിടുത്തമിട്ടു. ഷേ, തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ക്ഷീണിച്ചോ? അവൻ്റെ കണ്ണുകളിൽ പിന്നെയും ആ പ്രണയത്തിൻ്റെ തീവ്രത പടരാൻ തുടങ്ങിയപ്പോൾ നിദ്രയുടെ മുഖം ലജ്ജയിൽ കുതിർന്നു. മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിക്കൊണ്ട് അവൻ്റെ നോട്ടം അവളുടെ നഗ്നതയിലേക്ക് പാഞ്ഞത് കാണുകെ നിദ്ര കണ്ണുകൾ ഇറുക്കെ അടച്ചുപോയി. അവൻ അവളുടെ ആദരത്തിലേക്ക് ചേക്കേറിയിരുന്നു. ഒരേ സമയം അവളുടെ ചുണ്ടുകളിലെ ദന്തങ്ങൾ ആഴ്ത്തുകയും കൈകൾ അവളിൽ കുസൃതി കാണിക്കുകയും ചെയ്തപ്പോൾ നിദ്ര അവനെ തടയാൻ പാടുപെടുകയായിരുന്നു. അവളുടെ ഇരു ആദരങ്ങളും അവൻ മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു. അതിനിടയിലും അവൻ്റെ കൈ അവളുടെ മാറിനെ തൊട്ടും തലോടിയും ഞെരിച്ചും അമർത്തിക്കൊണ്ടിരുന്നു. അവൾ ബെഡിൽ നിന്നൊന്ന് ഉയർന്നു പൊങ്ങുന്നുണ്ടായിരുന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ. എത്ര രുചിച്ചിട്ടും മതിവരാത്തതുപോലെ രുദ്രൻ ആ നിമിഷം തോന്നി. അവൾ എന്ന പെണ്ണിനെ വീണ്ടും വീണ്ടും അറിയാൻ രുദ്രന് തോന്നിയിരുന്നു ആ നിമിഷം. അവൾ എന്ന പെണ്ണ് അവൻ്റെ സിരകളിൽ ഭ്രാന്ത് പോലെ കയറിയിരുന്നു. ഇരുവതരങ്ങളും ഒരുമിച്ചും പല്ലുകൾക്കിടയിലെ നാവിനെ ചുഴറ്റി വലിച്ചു അവളെന്ന പെണ്ണിനെ വല്ലാത്തൊരു മാസ്മരികതയിൽ എത്തിച്ചിരുന്നു അവൻ. അതിനിടയിലും അവൻ്റെ കൈ അവളുടെ ശരീരമാകെ അലഞ്ഞു നടന്നു. മാറിൽ നിന്നും അവൻ്റെ കൈ അണിവയറിലേക്ക് സഞ്ചരിച്ചു. അവളുടെ പഞ്ഞി പോലെയുള്ള അണിവയർ അവനിൽ വല്ലാത്തൊരു വികാരം സൃഷ്ടിച്ചു. അവളുടെ നാഭിച്ചുഴിയുടെ ചുറ്റും അവൻ്റെ വിരലുകൾ വട്ടം വരച്ചു. അതിലെല്ലാം അവൾ പൊള്ളിപ്പിടഞ്ഞു പോയിരുന്നു. അവൻ്റെ വിരലുകളുടെ സ്ഥാനം അവളുടെ നാഭിച്ചുഴിയിലേക്ക് കുത്തിയിറക്കിയപ്പോൾ അവൾ വല്ലാതെ ഒന്ന് ഉയർന്നു പൊങ്ങി ബെഡിൽ നിന്ന്. വീണ്ടും അവളെ ബെഡിലേക്ക് തന്നെ അവൻ അമർത്തിയിരുന്നു. ആ നിമിഷം രണ്ടുപേരുടെയും ശരീരം വിയർത്തൊലിച്ചിരുന്നു. അവൻ്റെ ആദരം അവളുടെ ആദരത്തിൽ നിന്ന് പിൻവാങ്ങി അവളുടെ മാറിലേക്ക് ചേക്കേറി. ഇനിയും തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതും രുദ്രൻ അവൾ എന്ന പെണ്ണിലേക്ക് അവൻ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. നിദ്രയും ആ നിമിഷം തൻ്റെ പുരുഷനെ സന്തോഷത്തോടെ ഒത്തിരി പ്രണയത്തോടെ അവളുടെ ശരീരത്തിലേക്ക് അമർത്തി പിടിച്ചു. അതിനനുസരിച്ച് വേഗത രുദ്രൻ കൂട്ടിക്കൊണ്ടിരുന്നു. രണ്ടുപേരുടെയും ശീൽക്കാരം ആ റൂമിലെ ചുമരിൽ തട്ടി പ്രതിധ്വനിച്ചു. പിന്നെയും അടുക്കാതെ എത്രയോ വട്ടം അവൻ അവളിൽ അലിഞ്ഞു ചേർന്നു. അവൻ്റെ പേരെടുത്ത് പുലമ്പി വിളിച്ചുകൊണ്ടവനെ ഭ്രാന്ത് കയറ്റി. നിദ്ര ആ നിമിഷം വിയർപ്പിൽ കുതിർന്ന ശരീരങ്ങൾ അകന്നു മാറാൻ വയ്യാതെ കിതച്ചുകൊണ്ട് കിടക്കയിൽ ഒട്ടിച്ചേർന്ന് കിടന്നു. ഒരു മയക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങിയതും അവളുടെ ഫോണിൽ എന്തോ മെസ്സേജ് വന്ന ശബ്ദം കേട്ടാണ് നിദ്ര ചാടി എഴുന്നേറ്റ് പോയത്. അയ്യോ, ഇത്ര നേരമായോ? ഫോണിൽ 8 മണി കണ്ട് തലയിൽ കൈവച്ചുകൊണ്ട് നിദ്ര പറഞ്ഞു. മിണ്ടാതെ കിടക്ക് പെണ്ണേ. അവളെ പിന്നെയും വലിച്ച ശരീരത്തിലേക്ക് അമർത്തി രുദ്രൻ കിടന്നപ്പോൾ നിദ്ര പിടഞ്ഞു.
ദേ കളിക്കാതെ വിട്ടേ, അവരൊക്കെ അറിഞ്ഞ ഇന്നെന്നെ കൊല്ലും. അവൻ്റെ കൈ ബലമായി വിടിവിച്ച് പുതപ്പ് വലിച്ചെടുത്ത് നിദ്ര ബാത്റൂമിലേക്ക് ഓടി. ഉറക്കം മുറിഞ്ഞതിൻ്റെ നീരസത്തിൽ രുദ്രൻ അവൾ വരുന്നതും കാത്ത് കിടക്കയിൽ മലർന്നു കിടന്നു. നിദ്ര ഒരു കാക്കക്കുളിയും കഴിഞ്ഞ് പുറത്തേക്കൊരു ടവൽ മാത്രം എടുത്ത് നാണത്തോടെ വരികയായിരുന്നു. കിടക്കയിൽ രുദ്രൻ വിവസ്ത്രനായി കിടക്കുന്നത് കണ്ടതും നിദ്ര കണ്ണു പൊത്തി തിരിഞ്ഞു. അയ്യേ, ഒരു നാണോ മാനോ ഇല്ലാത്തൊരു മനുഷ്യൻ. നിദ്ര അവളുടെ അടുത്ത് കൊണ്ടുപോയ പുതപ്പ് അവൻ്റെ നേർക്കെറിഞ്ഞു കൊടുത്തു. എന്നിട്ട് കബോർഡിൽ നിന്നും അവൾക്കിടാൻ പറ്റിയ ഒരു ചുരിദാർ എടുത്തുകൊണ്ട് പിന്നെയും ബാത്റൂം ലക്ഷ്യമാക്കി ഓടി. ഇവിടെ നിന്ന് മാറിക്കോടി, ഞാൻ കണ്ണടച്ച് പിടിച്ചോളാം. രുദ്രൻ ഉറക്കെ വിളിച്ചു പറഞ്ഞതും നിദ്രയിൽ ഒരു ചിരി പൊട്ടി. വേണ്ട മോൻ, അത്രയ്ക്ക് കഷ്ടപ്പെടേണ്ട. ഷേ. നിദ്ര വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ രുദ്രൻ കട്ടിലിൽ കമിഴ്ന്ന് കിടന്നു. നിദ്ര പുറത്തു വന്നതും കമിഴ്ന്ന് കിടക്കുന്ന രുദ്രൻ്റെ നേർക്ക് കട്ടിലിൽ മുട്ടുകുത്തി കയറിക്കൊണ്ട് അവൻ്റെ പുറത്തു മെല്ലെ ദന്തങ്ങൾ ആഴ്ത്തി. പൊടുന്നനെ അവൻ അവളെ ഞെട്ടിച്ചുകൊണ്ട് തിരിഞ്ഞ് അവളുടെ ആദരങ്ങൾ കവർന്നെടുത്തു. അവൻ അവളെ തീവ്രമായി ചുംബിക്കാൻ തുടങ്ങുകയും ചെയ്തതോടെ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു പോയിരുന്നു. ഒടുവിൽ ശ്വാസം വിലങ്ങിക്കിതപ്പോടെ നിദ്ര തന്നെ അവനെ കട്ടിലേക്ക് തള്ളിയിട്ടു. പോട്ടെ ഞാൻ, ആരെങ്കിലും കാണും, ഇനിയും വൈകിയ. നിദ്ര വാതിലിൻ്റെ നേർക്കോടി. ഇനി എന്നാ പെണ്ണേ? പോകുന്ന പോക്ക് നോക്കിക്കൊണ്ട് രുദ്രൻ വിളിച്ചു ചോദിച്ചു. രാത്രി. വാതിലിൻ്റെ മറവിൽ പാതിമുഖം മറച്ചു വെച്ച് നാണത്തോടെ പറഞ്ഞുകൊണ്ട് നിദ്ര ഓടിയപ്പോൾ കള്ളച്ചിരിയോടെ രുദ്രൻ കട്ടിലിലേക്ക് മറിഞ്ഞു.